കമ്പത്ത് നിന്നും സുരുളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയിലാണ്. കമ്പത്തെ മനോഹരങ്ങളായ കാഴ്ചകൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. വിശാലമായ കൃഷിയിടങ്ങളും പൂന്തോട്ടങ്ങളും പിന്നിട്ട് ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. മുന്തിരിയുടെ വിളവെടുപ്പ് സമയത്താണ് നമ്മളിവിടെ എത്തിയത്. മുന്തിരിത്തോട്ടത്തിൻ്റെ മുന്നിൽ തന്നെ വിൽപ്പനയുമുണ്ട്. വളരെ തുച്ഛമായ വിലയ്ക്ക് ഇവിടെ നിന്ന് നല്ല സ്വാദിഷ്ടമായ മുന്തിരി വാങ്ങാവുന്നതാണ്. സുരുളി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുവാനായി പ്രവേശന കവാടം പിന്നിട്ടു. വെള്ളച്ചാട്ടവും പ്രവേശന കവാടവും തമ്മിലുള്ള ദൂരം ഏകദേശം 2 കിലോമീറ്ററാണ്. പ്രവേശനത്തിനും ബസ് യാത്രയ്ക്കുള്ള ടിക്കറ്റും ചേർത്താണ് എടുത്തത്. ബസ്സിനുള്ളിൽ കയറി വെള്ളച്ചാട്ടത്തിലേക്ക് ബസ് പുറപ്പെട്ടു. ബസ്സിന് എതിർവശത്തായി പാതയിലൂടെ അനേകം പേർ ഈറനായി കുളി കഴിഞ്ഞ് വരുന്നത് കാണാം. ഇരുവശങ്ങളുമായി പലതരത്തിലുള്ള മരങ്ങളും കാടും നമുക്ക് കാണാവുന്നതാണ്. എവിടെ നോക്കിയാലും പച്ച നിറം. കല്ലുപാകിയ മൺ റോഡിലൂടെയാണ് നമ്മുടെ യാത്ര. ദൂരെയായി കാണുന്നത് മേഘമലയാണെന്ന് തോന്നുന്നു. തേനിയിൽ നിന്നും 56 കിലോമീറ്റർ ദൂരത്തിലും കമ്പത്ത് നിന്ന് 10 കിലോമീറ്റർ ദൂരത്തിലുമാണ് സുരുളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കവി ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരം എന്ന പുരാതന സാഹിത്യത്തിൽ ഈ വെള്ളച്ചാട്ടത്തിനെ കുറിച്ചും അതിൻ്റെ ഭംഗിയെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. സുരുളി വെള്ളച്ചാട്ടത്തിന് സമീപം 11ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ശിലാ നിർമ്മാണ വാസ്തുവിദ്യയെ പ്രതിനിധീകരിക്കുന്ന 5 ഗുഹകളുണ്ട്. സുരുളി നദിയിലെ വെള്ളം ഔഷധ ഗുണമുള്ളതായി കണക്കാക്കപ്പെടുന്നു. തേനി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഇത്. തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലുള്ള വിനോദസഞ്ചാരികൾ ഇവിടെ വരുന്നു. പ്രധാനമായും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കൂടുതൽ സഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. വർഷം മുഴുവനും സഞ്ചാരികൾ വരുന്നുണ്ടെങ്കിലും ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് കൂടുതൽ തിരക്ക്. ഒരു ചെറിയ പാലം കടന്ന് വേണം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുവാൻ.
സുരുളി വെള്ളച്ചാട്ടത്തിലേക്ക് വരുവാനായി കമ്പം, ഉത്തമപാളയം എന്നിവിടങ്ങളിൽ നിന്ന് ധാരാളം ബസ് സർവീസുകൾ നടത്തുന്നുണ്ട്. തമിഴ്നാട് ടൂറിസം വകുപ്പ് എല്ലാ വർഷവും സുരുളി വെള്ളച്ചാട്ടത്തിൽ വേനൽക്കാല ഉത്സവം ആഘോഷിക്കുന്നു. പൊത്തികെ മലയുടെ ഭാഗമാണ് സുരുളിക്കുന്നുകൾ. പൊത്തികെ കുന്നുകൾ വളരെ ദൈവികവും ആത്മീയമായ കേന്ദ്രമാണ്. കൈലാസത്തോളം തന്നെ പ്രാധാന്യം ഈ മലയ്ക്കുമുണ്ട്. മുരുകനെ സ്തുതിക്കുന്ന സുരുളി വേലപ്പർ ക്ഷേത്രം ഈ വെള്ളച്ചാട്ടത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. 125ഓളം പടികൾ കയറി വേണം വെള്ളച്ചാട്ടത്തിലെത്താൻ. മേഘമല പർവ്വത നിരകളിൽ നിന്നാണ് സുരുളി നദിയുടെ ഉത്ഭവം. 150 അടി ഉയരത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടം ഒരു കുളത്തിലേക്ക് ഒത്തുചേരുകയും കുറച്ചു ദൂരം ഒഴുകി വീണ്ടും 40 അടി താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു. 2 ഘട്ടങ്ങളുള്ള കാസ്കേഡ് വെള്ളച്ചാട്ടമാണിത്. സുരുളി, യഥാർത്ഥ സുരുളി ഇതാണ്. വെള്ളച്ചാട്ടം കണ്ട് നമ്മൾ പടിയിറങ്ങി. ഇതാണ് എൻ്റെ സഹയാത്രികരായ ഷാജി, ജ്യോതിസ്, ഷിബു. ഭീമാകാരന്മാരായ മരങ്ങൾ 2 വശത്തായി നിൽക്കുന്നു. അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ താഴെ എത്തി. തിരികെയുള്ള യാത്ര ബസ് ഒഴിവാക്കി നടക്കുവാൻ തീരുമാനിച്ചു. ങ്ങൾക്ക് മുൻപ് തേനി പ്രദേശം ഏതാണ്ട് വിജനമായിരുന്നു. മുല്ലപ്പെരിയാർ പദ്ധതി വന്നതോടുകൂടിയാണ് ആളുകൾ കമ്പം താഴ്വരയിലും പരിസരങ്ങളിലുമായി ചേക്കേറാൻ തുടങ്ങിയത്. 1890 മുതൽ 1920 വരെ ഒട്ടനവധി ആളുകൾ തേനിയിൽ ചേക്കേറി. ബോഡി, പെരിയാകുളം എന്നിവയായിരുന്നു പ്രധാന നഗരങ്ങൾ. പിന്നീട് ഒരുപാട് വികസനങ്ങളിലൂടെ തേനി വളർന്നു. എന്നാലും തനിമ നഷ്ടപ്പെടാതെ ഇപ്പോഴും ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പരിപാലിച്ചു പോരുന്നു. വിശ്വസിക്കാനാവാത്ത കഥകൾ കൊണ്ടും ഐതിഹ്യങ്ങൾ കൊണ്ടും ഇത്രയധികം പ്രശസ്തമായ മറ്റൊരു വെള്ളച്ചാട്ടം കാണില്ല. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ അതിരപ്പള്ളിയോ തൊമ്മൻകുത്തിനോടോ ഒപ്പം എത്തിയില്ലെങ്കിലും തമിഴ്നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് കമ്പം, തേനിയിലുള്ളവർക്ക് സുരുളി വെള്ളച്ചാട്ടം അവരുടെ അതിരപ്പള്ളിയാണ്. കാട്ടിലെ ഔഷധ ഗുണമുള്ള ചെടികളിലൂടെ ഒഴുകിയെത്തുന്നതിനാൽ ഈ വെള്ളത്തിന് അസുഖങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നും ഔഷധഫലം അനുഭവിക്കാനായി ധാരാളം ആൾക്കാർ ഇവിടെ എത്തുന്നു.
അങ്ങനെ മനോഹരങ്ങളായ കാഴ്ചകൾ കണ്ട് കുരങ്ങന്മാരുടെ കുസൃതികളും വമ്പൻ മരങ്ങളെയും കാടും കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് എത്തുവാൻ ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.